പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഒരു സനദും ഇല്ലാത്തതാകുന്ന ഇത്തരത്തിലുള്ള ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുന്ന വർത്തമാനമാണ്. അവർക്കൊരു പരമ്പരയില്ല, ഉസ്താദിയത്തിന്റെ ഒരു പരമ്പര അവർക്ക് പറയാനില്ല. നിങ്ങൾ ഏത് വിദഗ്ധത്തിന്റെ അധികാരം എടുത്ത് പരിശോധിച്ചു നോക്കി, പരമ്പര പരിശുദ്ധ പ്രവാചകരിലേക്ക് എത്തുകയില്ല. അത് സഹീഹായ പരമ്പര ആവുകയുമില്ല. അവരൊരു പരമ്പര പറഞ്ഞാൽ അവരെല്ലാം റബീഉൽ അവ്വലാവുമ്പോ ഈ 2 വരിയായിട്ട് വരികയാണ്, രംഗപ്രവേശനം ചെയ്യുക. ഏതാ വരി? തഴവാ ഉസ്താദിന്റെ വരി. ആരായി തഴവാ ഉസ്താദ്? എന്റെ ഉമ്മയുടെ ഉപ്പ കൂടിയാണ്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. തങ്ങളുടെ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ്, അത് ഹിജ്റ 300 ശേഷം വന്നതാണെന്ന് തഴവാ ഉസ്താദ് തന്നെ പറയുന്നില്ലേ? സുന്നത്തുൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ കർമ്മധീരനായ നേതാവല്ലേ അദ്ദേഹം തന്നെ വ്യക്തമായി അൽ മവാഹിബുൽ ജലിയിൽ പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് സുന്നികളെ നിങ്ങൾ ഇത് ആചരിക്കുന്നത്? ഈ മൗലിദാചരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ല എന്നുള്ള ബാലിശമായ വാദം ഉന്നയിക്കുന്നു. യഥാർത്ഥത്തിൽ തഴവാ ഉസ്താദ് പറഞ്ഞത് എന്താണ്? തൊട്ടടുത്ത ശേഷമുള്ള വരികൾ പോലും കട്ടെടുത്തുകൊണ്ട് നിലകൊള്ളുന്നവരാണ് ഇത്തരക്കാർ. പഠിക്കണം നമ്മൾ. അദ്ദേഹത്തിനെതിരെ ഒരു അപവാദം പറയുമ്പോ ആ അപവാദം സമൂഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടത്, തിരുത്തി കൊടുക്കേണ്ടത് ഒരു ആലിം എന്ന നിലയിൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള വ്യക്തിത്വം എന്ന നിലയിൽ എനിക്കത് ബാധ്യമാണ്, എനിക്കത് ബാധ്യതയാണ്. പറഞ്ഞു കൊടുക്കൽ ഞാനാണ് ഇതിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി. അതുകൊണ്ട് തന്നെ അറിയണം, ഇന്നത്തെ തലമുറ അറിയണം, പ്രത്യേകിച്ച് യുവാക്കൾ അറിയണം, യുവതികൾ അറിയണം. ഇനി ആരെങ്കിലും 2 വരി കവല അത്തരത്തിലുള്ള കവലയിൽ നിന്ന് പാടുമ്പോ അവനെ തിരുത്തി കൊടുക്കണം. അറിയാത്തത് കൊണ്ടല്ല, മറച്ചു വെക്കുകയാണ്. മുമ്പ് ഖുർആനിൽ നിന്നും ഇത്തരത്തിൽ കട്ടുവായിക്കുന്ന സമൂഹം ബിദ്അത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് അറിയപ്പെടുന്ന ആയാത്തുകൾ അവർ പരിപൂർണമായി ഓതാതെ നിലകൊണ്ടിരുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നമാ അന ബശറും മിസ്ലുക്കും, തീർച്ചയായും ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ബാക്കി ഓതൂല. തൊട്ടടുത്ത് തന്നെ അള്ളാഹു പറയുന്നുണ്ട്, എന്നിലേക്ക് ഉത്ബോധനം നടത്തപ്പെടും, വഹി നൽകപ്പെടുമെന്ന് പറയുന്നുണ്ട്. അത് കാക്കും, അത് കട്ടിട്ട് വിട്ടിട്ട് ഒരല്പം ഓതും, മുറിവാക്യം. അങ്ങനെയാണ് അന്നും ഇന്നും ജീവിക്കുന്നത്. മുമ്പ് ആയത്തുകളും ഹദീസുകളും കട്ടുഓതുന്ന ആളുകൾ ബാക്കി ഓതിയാൽ പിടിക്കപ്പെടാൻ. കാരണം വഹി നൽകപ്പെടുന്ന വ്യക്തി എന്ന് പറയപ്പെടുമ്പോൾ തന്നെ സാധാരണ വ്യക്തിയല്ല, അസാധാരണ വ്യക്തിയാണെന്ന് വന്നു കഴിഞ്ഞു. സാധാരണ മനുഷ്യനാണെന്ന് അർത്ഥം വെക്കുന്ന ആയത്ത് മാത്രം മതി അവർക്ക്. അവരുടെ ഉദരം നടന്നു പോകും, അവർക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചു പോകാനുള്ള വക അതിലുണ്ട്. അതുകൊണ്ട് അവിടെ കൊണ്ട് പറഞ്ഞവർ നിർത്തും, ബാക്കി ഓതാറില്ല. മുമ്പ് ഇതേപോലെ കക്കുകയും അത് പരിപൂർണമായി വിട്ടു ഓതുകയും ചെയ്യുന്ന ആളുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഇന്ന് മുറിക്ലിപ്പുകളാണ്. ചെറിയ ഭാഗം മാത്രം പ്രസംഗിക്കുന്ന പ്രാസംഗികന്റെ ഏതെങ്കിലും ഒരു ചെറിയ ക്ലിപ്പ് മാത്രം എടുത്തിട്ട് വൈറലാക്കി അവർക്ക് അനുയോജ്യമായ വാചകങ്ങൾ മാത്രം ഉൾപ്പെടുത്തി, കണ്ടോ ആ മുസ്ലിയാർ അങ്ങനെ പറഞ്ഞു, ഈ മുസ്ലിയാർ ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മധ്യ ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെതാകുന്ന വാക്ക് ഇതാണ്, ആ ഇമാമ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പൊട്ടീസാക്കുന്ന പരിപാടി ഇനി 2023 നടക്കില്ല എന്ന് അതിശക്തിയുക്തം ഓർമ്മപ്പെടുത്താൻ. ഇനിയും തരികിട പരിപാടിയും നടക്കൂല. വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ ഇവിടെ കൂടി വരികയാണ്. നിങ്ങൾ അൽ മവാഹിബുൽ ജലി എടുത്ത് മറിച്ചു നോക്കി ഇന്നും കിട്ടുമല്ലോ. തഴവാ ഉസ്താദ് ആ പറഞ്ഞതിൻ്റെതാകുന്ന അർത്ഥം ശേഷം വരുന്നതിൽ വ്യക്തമായി ബഹുമാനപ്പെട്ടവരെ പറയുന്നുണ്ട്. അക്കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടതാകുന്ന ശൈഖുൽ ഖതീബ് ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു വലിയ സമുന്നതനായ വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ടവർ അദ്ദേഹം ഒരു മനോഹരമായ ഗ്രന്ഥം രചിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന മദ്ഹുകൾ ചേർത്ത് കോർത്തിണക്കിക്കൊണ്ടൊരു മൗലിദിന്റെ ഗ്രന്ഥം രചിച്ചു. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് അത്തൻവീർ. അത്തൻവീർ എന്നൊരു മൗലിദ് രചിച്ചു. എപ്പോൾ? ഹിജ്റ 300. ആരാണ് രചിച്ചത്? ബഹുമാനപ്പെട്ടതാകുന്ന ശൈഖുൽ ഖതീബ്, ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്. അദ്ദേഹം ഒരു മൗലിദ് രചിച്ചു. ആ മൗലിദ് ബഹുമാനപ്പെട്ടതാകുന്ന അക്കാലഘട്ടത്തിലെ രാജാവായിരുന്ന മുദഫർ രാജാവ്, ബഹുമാനപ്പെട്ടവർ വലിയ വ്യക്തിത്വമാണ്. മുദഫരി എന്ന് പറയുന്ന ഒരു മസ്ജിദ് തന്നെ അദ്ദേഹം പണിത് കഴിപ്പിച്ചിട്ടുണ്ട്. വലിയ സമുന്നതനായ വ്യക്തിത്വം, വലിയ സമുന്നതനായ രാജാവാണ്. രാജാവെന്ന് പറഞ്ഞാൽ പോരാ, മുഹിബ്ബുർ റസൂലാണ്, ആശിഖുർ റസൂലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ പ്രിയം വെച്ചിരുന്ന വ്യക്തിയാണ്. ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സവിധത്തിലേക്ക് കൊണ്ടുവന്ന് ശൈഖ് ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു ഈ മൗലിദ് കിതാബ് കൊടുത്തു.
മൗലിദ് കിതാബിന്റെ പേരെന്താണ്? അത്തൻവീർ എന്നാണ് കിതാബിന്റെ പേര്. ഒരു മൗലിദ് എഴുതിയിട്ട് ബഹുമാനപ്പെട്ട രാജാവിന് സമ്മാനിച്ചു. രാജാവ് 1,00,000 പൊന്ന് അദ്ദേഹത്തിന് കൊടുത്തു. ചരിത്രം പഠിക്കണം നമ്മൾ. എത്ര കൊടുത്തത്? മൗലിദ് കിതാബ് ഒരെണ്ണം മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള മദ്ഹ് കീർത്തനങ്ങൾ ആലപിച്ച് ഒരു മൗലിദിന്റെ ഗ്രന്ഥം രചിച്ച് മുദഫർ എന്ന് പറയുന്ന രാജാവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ രാജാവ് എന്താ കൊടുത്തത്? 1,00,000 പൊന്ന് സ്വർണ്ണ നാണയം കൊടുക്കുകയാണ്, ഹദിയ. സുബ്ഹാനല്ലാഹ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ, മൗലിദ് പ്രവാചകരുടെ ജനിച്ച സമയത്തുള്ളതാകുന്ന സംഭവ വികാസങ്ങളും മറ്റും ഉൾപ്പെടുത്തി പ്രവാചകരെ പ്രകീർത്തിച്ചുകൊണ്ട് ഗദ്യ പദ്യ സമ്മിശ്രമായിട്ടൊരു മൗലിദ് രചിച്ചതിന്റെ കാരണത്താൽ ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്നു ശൈഖ് ബിൻ ദഹിയ റളിയല്ലാഹു അൻഹുവിന് 1,00,000 സ്വർണ്ണ നാണയം ഹദിയായി കൊടുത്തു. അൽഹംദുലില്ലാഹ്. അദ്ദേഹം പറഞ്ഞു, ഈ മൗലിദ് ഇന്ന് വർഷം മുതൽ റബീഉൽ അവ്വലിൽ പാരായണം ചെയ്യണം. ഇതാ ഓതാൻ പോകുന്നത്. മൗലിദ് നടത്താൻ ഏറ്റവും വലിയ ഉത്സാഹമായി നിലകൊണ്ട വ്യക്തിയാണ് ആര്? മുദഫർ രാജാവ്. മൗലിദ് റബീഉൽ അവ്വൽ ആയാൽ ഭയങ്കര ആഘോഷമാണ്. എങ്ങനെ ആഘോഷിക്കുന്നത്? അതാണ് തഴവ ഉസ്താദ് തൊട്ടടുത്ത വരിയിൽ പറയുന്നുണ്ട്. അത് കട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ടതാകുന്ന തഴവ ഉസ്താദ് മവാഹിബുൽ ജലീലയുടെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. മലിക്കുൽ മുദഫർ തീരനായ ഒരു രാജനാ, ഇറബൽ ഭരിച്ചവനാണ് വന്ദർവിഷ്ടനാ. മൗലിദ് കഴിക്കാൻ എന്ത് ഉത്സാഹമാ, മാസം റബീഉൽ അവ്വൽ എന്ത് ആഘോഷമാ. മൗലിദ് കഴിക്കുന്ന അന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 അലുവായുമുണ്ട് ഓരോ തരം. മൗലിദ് കഴിക്കുന്ന ദിവസത്തിൽ തന്നെ 5,000 ആടിനെ അറക്കും. സുബ്ഹാനല്ലാഹ്. അന്നത്തെ ദിവസം മൗലിദ് നടത്താൻ എത്ര ആട്? 5,000 ആട്. എത്ര കോഴി? 10,000 കോഴി, 5,000 ആട് അറുത്തിട്ട് ചെറിയ പരിപാടി, ലൈറ്റ് പരിപാടിയാണ്. ആലോചിച്ചു നോക്ക്. 10,000 കോഴിയും 5,000 ആടിനെയും അറുത്തിട്ടുള്ള പരിപാടി. മാത്രമല്ല, കൂടാതെ 1,30,000 1,30,000 പ്ലേറ്റുകളിലായി, വലിയ താലകളിലായിട്ട് അലുവായും വ്യത്യസ്തമാകുന്ന മധുര പലഹാരങ്ങളും വെച്ചു കൊടുക്കും. അലുവകൾ വ്യത്യസ്തം. ഒക്കെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചേക്കുന്ന ബഹുമാനപ്പെട്ട മുമ്പ് പതിവില്ലാത്തതാണ്. ഏത് രീതിക്കുള്ളത്? 5,000 ആടും 10,000 കോഴിയും അറുത്ത് 1,30,000 പ്ലേറ്റ് വീതം അലുവായും കൊടുത്തിട്ടുള്ള ഈ രീതിയിലുള്ള വിശാലമാക്കപ്പെട്ട മൗലിദ് കഴിക്കൽ മുമ്പൊന്നും പതിവില്ല. കാരണം എന്താ? മുമ്പ് അത്രയേറെ വിപുലമായി നടക്കാത്തതിന്റെ കാരണം എന്താ? ബഹുമാനപ്പെട്ടവർ ജനിച്ചത് 300-ന് ശേഷമാണ്. ഒരാൾ നേരത്തെ ജനിച്ചെങ്കിലല്ലേ നേരത്തെ ചെയ്യാൻ പറ്റുള്ളൂ. മുദഫർ രാജാവിന്റെ ജന്മം ഉണ്ടായതും അദ്ദേഹം ജീവിച്ചതും ഹിജ്റ 300-ന് ശേഷമാണ്. അതുകൊണ്ടാണ് തഴവ ഉസ്താദ് പറയുന്നത്, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ. ഈ രീതിയിലുള്ളതാകുന്ന വിശാലമാക്കപ്പെട്ടതാകുന്ന മൗലിദ് കഴിക്കലും ആചരണവും ഹിജ്റ 300-ന് ശേഷം വന്നതാണ്. കാരണം ബഹുമാനപ്പെട്ടതാകുന്ന ശൈഖ് ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹുവിന്റെ അത്തൻവീർ എന്ന് പറയുന്ന മൗലിദ് അത് രചിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ മുദഫർ രാജാവിന് കൊണ്ടുവന്ന് കൊടുത്ത് ആ മൗലിദ് കഴിച്ചുകൊണ്ടുള്ള വിവരമാക്കപ്പെട്ടതാകുന്ന സദ്യസൽക്കാരം 5,000 ആടും 10,000 കോഴിയും അറുത്ത് 1,30,000 പ്ലേറ്റിൽ വരെ അലുവയും കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള ആയിരക്കണക്കിന് 10,000 കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള വളരെ വിപുലമാക്കപ്പെട്ട മൗലിദ് നടത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ടതാകുന്ന മുദഫർ രാജാവാണ്. മുമ്പ് അങ്ങനെ നടത്തിയിട്ടില്ല. കാരണം ഹിജ്റ 300-ന് ശേഷമാണ് അദ്ദേഹം ജനിച്ചത്, മുമ്പ് ജനിച്ചിട്ടില്ല. അതാണ് തഴവ ഉസ്താദ് പറഞ്ഞത്. അല്ലാതെ മൗലിദ് നടന്നിട്ടില്ല എന്നല്ല. മനസ്സിലാകുന്നുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ഓതാത്തത്, ബാക്കി വായിക്കാത്തത് എന്തുകൊണ്ട്? മാത്രമല്ല, ഇതേ മദ്ഹ് കീർത്തനത്തിൽ തന്നെ അൽ മവാഹിബുൽ ജലിയ തന്നെ ശൈഖുന അവറുകൾ എഴുതിയിട്ടുള്ള മവാഹിബുൽ ജലിയയിൽ തന്നെ ബഹുമാനപ്പെട്ടവർ പറയുന്നു മൗലിദ് കഴിക്കുന്നതിന്റെ പുണ്യത്തെ പറ്റി. സുബ്ഹാനല്ലാഹ്. അത് കഴിച്ചാൽ കിട്ടുന്ന നേട്ടം. അതെന്താ ആരും ഓതാത്തത്? ഇങ്ങനത്തെ അഹ്ലുകാരെന്തുകൊണ്ട് അത് പാടാത്തത്? നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ,
അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. അല്ലാഹ്, തഴവാസാദിന്റെ വരിയാണ്. മൗലിദ് വീട്ടിൽ ഓതണോന്ന്. അല്ലാഹ്, എവിടെയുണ്ട് ഉസ്താദേ? അൽമവാഹിബിൽ ശരിയുണ്ട്, ഓതി നോക്കണം. എവിടെയും നരകത്തിന്റെയും സ്വർഗത്തിന്റെയും 2 വരിയും ഖബറെന്ന് കേട്ടാൽ തലശനം ഞെട്ടേണ്ടത്. ആ 2 വരിയും പഠിച്ചാൽ അവിടെയൊന്നും കാണൂല. ഇത് തഴവാ ഉസ്താദിന്റെ മവാഹിബുൽ ജിലിയെ തന്നെ ഉള്ള വരികളാണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്താൽ അവൻ എല്ലാവിധ ഖൈറുകൾ ഉണ്ടാകും. സർവ്വ മുസീബത്തുകളെ തൊട്ട് അവനെ കാവല് കിട്ടും. കള്ളന്റെ ശല്യം ഒഴിവാകും. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയാലുക്കളുടെ അസൂയ തൊട്ട്, കൂടോത്രം ചെയ്യുന്നവരുടെ മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് എന്ന് വേണ്ട എല്ലാ ശുറൂറുകളെ തൊട്ടും സംരക്ഷണം മൗലിദ് ഒരു വീട്ടിൽ ഓതിയാൽ ഉണ്ടാവുമെന്ന് തഴവാ ഉസ്താദ് തന്നെ അൽ മവാഹിബുൽ ജിലിയിൽ പറയുന്നു.